ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവിക. ലവ്ലി ദേവികയുടെ ഒരു പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു സൂപ്പർ കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ സ്റ്റോറീസ് കേൾക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എല്ലാവരും ആദ്യം തന്നെ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കഥയായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ അമ്മയും രണ്ടാനച്ഛനും മോള് രേഷ്മയും കൂടെയുള്ള ആ കലാപരിപാടികളൊക്കെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായില്ലേ? അതിന്റെ അടുത്ത പാർട്ടായാലോ ഇന്ന്. ആദ്യം മുതലുള്ള എല്ലാ കഥകളും നിങ്ങൾ കണ്ടിന്യൂസ് ആയി കേട്ടേക്കണം കേട്ടോ. 5 പാർട്ട് നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. കറക്റ്റായിട്ട് അതെല്ലാം കേട്ടാൽ മാത്രമേ ഇപ്പോൾ ഇടുന്ന പാർട്ടുമായി നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാനും നമ്മുടെ ഈ സ്റ്റോറി നന്നായി എൻജോയ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോ ആ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ഒക്കെ എന്തായാലും കേട്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണേ. പിന്നെ നമുക്കെന്നാൽ ഈ 6ാം പാർട്ടിലേക്ക് കടന്നാലോ? അച്ഛന്റെ അമ്മയുടെയും മോളുടെയും കൂടെ പുതിയതായൊരു മരുമോനും കൂടെ വന്നാൽ എങ്ങനെയുണ്ടാവും? അടിപൊളിയാവും അല്ലേ? അപ്പോ അങ്ങോട്ടേക്കാണ് ഇന്നത്തെ ഈ സ്റ്റോറി നമ്മളെ കൊണ്ടുപോകുന്നത്. മൂന്നാമത്തെ ആ ട്രിപ്പൊക്കെ കഴിഞ്ഞപ്പോ 3 പേരും വീട്ടിലിടയ്ക്കിടയ്ക്ക് ഒന്നിച്ച് കൂടാറുണ്ട്. ഒന്നിച്ച് കൂടുക എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒന്നിച്ചുള്ള ഈ പരിപാടികളൊക്കെ തന്നെ. ഡെയിലി ഇങ്ങനെയാണെങ്കിൽ എന്തായാലും ബോറടിക്കില്ലേ? മനുഷ്യന്മാരുടെ അല്ലേ കാര്യം. അതുകൊണ്ട് വല്ലപ്പോഴുമൊക്കെ സ്പെഷ്യലായിട്ട് തന്നെയാ അവരൊന്നിച്ചുള്ള ഈ കൂടിച്ചേരലിനെ കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് അച്ഛനും അമ്മയും മോളുടെ റൂമിലേക്ക് വരും. അന്ന് അവളെ സുഖിപ്പിച്ച് അവളുടെ ഒപ്പം കൂടും. ഇനി അങ്ങനെ അല്ലെങ്കിലോ അച്ഛന്റെ അമ്മയുടെയും പരിപാടികളൊക്കെ നടത്തുമ്പോൾ അവരെന്താ ചെയ്യാന്നോ? ഡോറ് സ്വല്പം തുറന്നിടും. മുറിയിലെ ആ ഒച്ചയും ബഹളവും ഒക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രേഷ്മ ശ്രദ്ധിക്കും. ആ ബഹളം കേട്ട് അവളോടി അങ്ങോട്ടേക്ക് ചെല്ലും. ചിലപ്പോൾ പരിപാടി പകുതിയായിട്ടുണ്ടാവും, ചിലപ്പോൾ അങ്ങ് അവസാനിക്കാറായിട്ടുണ്ടാവും. ഏതാണ് ഭാഗമെന്ന് പോലും അവൾ നോക്കാറില്ല, ചെന്നങ്ങ് കൂടിക്കൊടുക്കും. ചുരുക്കി പറഞ്ഞാൽ അവളുടെ രണ്ടാനച്ഛൻ മനോജിനിപ്പോൾ കുറച്ചധികം എക്സസൈസ് കൂടി, അങ്ങനെ പറയാം. പിന്നെ അതിന്റെ നല്ല വ്യത്യാസം ശാരിക്കുമുണ്ട്, മോൾ രേഷ്മയ്ക്കുമുണ്ട്. രേഷ്മയ്ക്കിപ്പോ നല്ല തുടുപ്പാണ് കേട്ടോ. പ്രോട്ടീൻ ഷേക്ക് കാര്യമായിട്ട് കിട്ടുന്നുണ്ടല്ലോ. ആഴ്ചയിൽ 1-2 എണ്ണമെങ്കിലും കുറഞ്ഞത് കിട്ടുന്നുണ്ട്. ശാരിക്കാവട്ടെ ഇപ്പോൾ ഏതാണ്ട് അച്ഛന്റെയും മോളുടെയും പരിപാടികളൊക്കെ കണ്ട് ഫോണിലുള്ള വീഡിയോസ് ഒന്നും നോക്കാൻ തന്നെ തോന്നുന്നില്ല. നേരിട്ട് കണ്ട് കിക്ക് പിടിച്ചാൽ പിന്നെ എല്ലാവരും അങ്ങനെയായി പോകുമല്ലേ. അങ്ങനെ ഇരിക്കെ മാസങ്ങൾ കടന്നുപോയി. നല്ല തുടുപ്പാണിപ്പോൾ നമ്മുടെ രേഷ്മയ്ക്ക്. ഓൾറെഡി നല്ല സൈസൊക്കെ ഉണ്ടായിരുന്നല്ലോ അവൾ. അത്യാവശ്യം ഏതാണ്ട് ഒരു 34-നടുത്ത് ഉണ്ടായിരുന്നു. 36-ലേക്കാണിപ്പോൾ അത് കടന്നിരിക്കുന്നേ. അച്ഛനതിൽ നല്ല പങ്കുണ്ട്. അവൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിയിൽ നോക്കുമ്പോൾ നാണത്തോടെ ഓർക്കും. അമ്മയും കളിയാക്കും അതും പറഞ്ഞിട്ട്. എങ്ങനെ ഇരുന്നെന്റെ രേഷ്മ മോളാ? ഇപ്പൊ നോക്ക്, എല്ലാത്തിനും ഈ അമ്മയ്ക്ക് വേണം താങ്ക്സ് പറയാൻ, അവളിടയ്ക്ക് പറയും. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ഒരു 2 മാസം കഴിഞ്ഞു കേട്ടോ. രേഷ്മയ്ക്ക് ഇപ്പോൾ ഒരു ചെറിയ പ്രമോഷൻ കിട്ടിയായിരുന്നു. അവിടുത്തെ എക്സിക്യൂട്ടീവായിട്ട് കയറിയിരുന്ന അവൾക്ക് ഇപ്പോൾ മാർക്കറ്റിങ്ങിന്റെ കാര്യങ്ങൾക്ക് വിട്ട് ഒരു മാനേജർ പോസ്റ്റിലേക്കാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. സാലറിയിൽ ചേഞ്ച് വന്നു. അതുകൂടാതെ ജോലി ചെയ്യുന്ന സമയത്തിനും നല്ല വ്യത്യാസമായി. അല്പം നേരത്തെ പോണം രാവിലെ. വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോഴത്തേക്കും തിരിച്ചെത്താമെങ്കിലും രാവിലെ എന്ത് പറഞ്ഞാലും ഒരു 8 മണിക്കെങ്കിലും പോവേണ്ടി വരും. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നതൊക്കെ ഇപ്പോൾ വല്ലാതെ കുറഞ്ഞു. ഇവരുടെ കമ്പനിയുടെ അടുത്ത് തന്നെയുള്ള ഒരു കഫേയുണ്ടേ. കഫേയുടെ പേര് 24x7 എന്നാണ്. ഏകദേശം നമ്മുടെ കൊച്ചിയിലെ ഒരുപാട് അതേ പേരുള്ള കഫേകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു സൂപ്പർ കഫേയുടെ മുന്നിലാണ് എപ്പോഴും രേഷ്മ ചായ കുടിക്കാൻ പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും, കൊളീഗ്സുമായി പോവും. ചില സമയങ്ങളിൽ ആരും ഉണ്ടാവാറുമില്ല. ഒരു ഹോളിഡേ ദിവസമായിരുന്നു. ഹോളിഡേ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മതപരമായ ചടങ്ങുകളൊക്കെ ഉള്ളൊരു ദിവസം. അതുകൊണ്ടെന്താ, ബാക്കിയുള്ളവർ നാട്ടിലും മറ്റു സ്ഥലമൊക്കെയായി പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഒറ്റയ്ക്കായിരുന്നു രേഷ്മ ചായ കുടിക്കാൻ വന്നേ. ബോറടിക്കലും ഫോണിൽ തോണ്ടലുമൊക്കെയായി അവളൊരു ചായ വാങ്ങി കുറച്ചധികം നേരം അവിടെ ഇരുന്നു. എന്താ കാര്യം, തിരിച്ച് കമ്പനിയിലേക്ക് പോകാനായിട്ട് ഫ്രണ്ട്സ് അവിടെ ഇല്ലാത്തതുകൊണ്ട് ഫുൾ ബോറടിയാ. കുറച്ചു സമയം ഇവിടെ ഇരിക്കാമല്ലോ എന്ന് തന്നെ വിചാരിച്ചു.
ഇടയ്ക്കിടയ്ക്ക് ഓപ്പോസിറ്റായി നിന്ന് ചായ കുടിക്കാറുള്ള, അല്ലെങ്കിൽ അവിടെ എപ്പോഴും സ്ഥിരമായി ചായ കുടിക്കാൻ വരാറുള്ള ഒരു മുഖം അവൾ ശ്രദ്ധിക്കുമായിരുന്നു. ഇന്ന് അയാളും അവളെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. രേഷ്മയ്ക്ക് ആദ്യം ഒരു തപ്പല് വന്നു. അല്ലെങ്കിലും നമ്മളൊരാൾ ചുഴിഞ്ഞു നോക്കുമ്പോൾ ആരായാലും അങ്ങനെയൊക്കെ തോന്നിപ്പോകുമല്ലേ. ഇവൻ എന്തിനാവും എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നേ എന്നുള്ള മനസ്സിലെ സംശയവുമായി രേഷ്മ ചായ കൂടി തുടർന്നു. ഇടയ്ക്കിടയ്ക്ക് ഫോണിലും സ്ക്രോൾ ചെയ്യുന്നുണ്ട്. അവൾ ചുറ്റിനും ഒന്ന് കണ്ണോടിച്ചു. തന്റെ നേരെ അയാൾ കയ്യിലൊരു ചായ ഗ്ലാസുമായി നടന്നു വരുന്ന കണ്ടപ്പോൾ അവൾക്ക് നെഞ്ചിടിപ്പ് കൂടി. ഇയാൾ എന്തിനാ ഇപ്പോ എന്റെ അടുത്തേക്ക് വരുന്നേ? അവളൊന്ന് അയാളെ ഫുൾ സ്കാൻ ചെയ്തു. നല്ല വെൽ മാനേഡ് ആയിട്ടുള്ള ഡ്രസ്സാണ്, ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ബെൽറ്റൊക്കെ ഇട്ട് നല്ല എക്സിക്യൂട്ടീവ് ലുക്കിലാണ് പുള്ളിയുള്ളത്. ഷൂസും അതിൻ്റെ ഒപ്പം കയ്യിലുള്ള വാച്ചും ആ ഷർട്ടിന്റെ കൈ മടക്കി വെച്ചിരിക്കുന്നത് അവൾക്ക് നല്ല ഇഷ്ടമായി. കയ്യില് അത്യാവശ്യം രോമങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇയാളുടെ ചെസ്റ്റിലും ഉണ്ടാവും ഇഷ്ടം പോലെ രോമം. അവൾ മനസ്സിലോർത്ത് ഒന്ന് ചിരിച്ചു. കാണാൻ നല്ല സുമുഖൻ, മുടിയൊക്കെ ചീകി ഒതുക്കി നല്ല സുന്ദരൻ, ട്രിം ചെയ്ത് നിർത്തിയ ആ കുറ്റിത്താടിയും നല്ല കട്ടിയുള്ള മീശയും ഇരുനിറം. അവളെ നോക്കി നല്ലൊരു ചിരി ചിരിച്ചുകൊണ്ട് ആള് വന്ന് ഓപ്പോസിറ്റ് ഇരുന്നു. ഹലോ, ഹായ്, രേഷ്മ എന്നല്ലേ പേര്? അവൾ ഞെട്ടിപ്പോയി. അതെല്ലോ, എൻ്റെ പേരെങ്ങനെ അറിയാം? ആഹാ, അതൊക്കെ അറിയാം നീ. എൻ്റെ പേര് സുജിത്ത്. എന്താ ആ കാണുന്നതാണ് എൻ്റെ കമ്പനി. അടുത്തുള്ള ഒരു കാർ ഷോറൂം അയാൾ ചൂണ്ടിക്കാണിച്ചു. അവിടുത്തെ മാനേജറാണ് ഞാൻ. ആഹാ. അവൾക്ക് തുടർന്ന് എന്ത് സംസാരിക്കണമെന്നറിയാതെ രേഷ്മയൊന്ന് പരിങ്ങി. വളച്ചുകെട്ടില്ലാതെ ഞാൻ കാര്യത്തിലേക്ക് വരാം. ഇന്നോ ഇന്നലെയോ അല്ല രേഷ്മ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. കുറച്ചധികം നാളായി. അവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്നും ആളുടെ ഡീറ്റെയിൽസും ഒക്കെ അത്യാവശ്യം ഞാൻ അന്വേഷിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യമില്ലാതെ ഒരാൾ ഇത്രയധികം അന്വേഷിക്കാറില്ലല്ലോ അല്ലേ? രേഷ്മ ഒന്ന് പകച്ചു. അയാൾ എന്താണ് പറഞ്ഞു വരാൻ പോകുന്നതെന്ന് അവൾക്ക് മനസ്സിലൊരു സന്ദേഹം തോന്നി. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, നമുക്ക് നല്ല ഫ്രണ്ട്സായി ഇരുന്നു കൂടെ? ചുരുക്കി പറഞ്ഞാൽ രേഷ്മയുമായ ഒരു റിലേഷൻഷിപ്പിലാണ് എനിക്ക് താല്പര്യം. ആദ്യം തന്നെ അങ്ങനെ പറഞ്ഞ് ഇയാളെ ഡിസ്റ്റർബൻസ് ആക്കുന്നില്ല. അത് മാത്രമല്ല, ഇന്ന് കണ്ട് പേര് പോലും അറിയാത്ത എന്നെ ഇഷ്ടപ്പെടണമെന്നൊക്കെ ഞാൻ എങ്ങനെ പറയാനല്ലേ? കുറച്ചുനാൾ നമുക്ക് ഫ്രണ്ട്സായിരിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി കഴിഞ്ഞാൽ രേഷ്മയുടെ അഭിപ്രായം പറഞ്ഞാൽ മതി. മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല, എല്ലാം സെറ്റാണെങ്കിൽ നമുക്ക് വീട്ടിൽ സംസാരിച്ച് ഇത് മാരേജിലേക്ക് പ്രൊസീഡ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. രേഷ്മയ്ക്ക് എതിർപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴേ പറഞ്ഞോളൂ കേട്ടോ. ഞാൻ പിന്നെ വേറൊരു രീതിയിലും തന്നെ കണ്ടിട്ടില്ല, ഒരു രീതിയിലും ശല്യപ്പെടുത്താനും വരുന്നില്ല. ഇപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഏതാണ്ട് വിവാഹപ്രായം എത്താറായി എന്നൊക്കെ അറിയാമല്ലോ. ആ ഒരു കോൺഫിഡൻസിലാണ് തന്നോട് ഞാനിത് പറഞ്ഞത്. തുടർന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രേഷ്മ എന്നോട് ക്ഷമിക്കണം. അയാളുടെ ആ സ്വിച്ചിട്ട പോലുള്ള ഡയലോഗിൽ അവൾ വല്ലാതെ ഇംപ്രസ്ഡ് ആയിരുന്നു. ആദ്യം തന്നെ ഇഷ്ടമാണ്, വിവാഹം കഴിക്കണമെന്ന് പറയാതെ ഫ്രണ്ട്സ് ആയിരിക്കാമെന്നും ക്യാരക്ടർ ഇഷ്ടപ്പെട്ടാൽ മാത്രം പ്രൊസീഡ് ചെയ്യാമെന്നുമൊക്കെ അയാൾ നന്നായി തന്നെ പറഞ്ഞപ്പോൾ അവൾക്ക് ശരിക്കും സന്തോഷം തോന്നിപ്പോയി. ഇതിപ്പോ കൊള്ളാമല്ലോ. തരക്കേടില്ല, ആള് നല്ല ചുള്ളനാണ്, നന്നായി സംസാരിക്കുന്നുണ്ട്, മോശമില്ലാത്തൊരു ജോലിയും. വീട്ടിൽ പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമെന്ന് മാത്രമേ വിവാഹത്തെപ്പറ്റി ആലോചിച്ച് അവൾക്ക് ടെൻഷനുള്ളൂ. പക്ഷെ അത് മാത്രം പോരല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും സ്വഭാവം മാച്ചാവുമോ എന്നറിയണ്ടേ? എങ്കിലല്ലേ കാര്യമുള്ളൂ. അവൾ അല്പസമയം ആലോചിക്കുന്നതുകൊണ്ട് അയാൾ അവളെ സ്വപ്നത്തിൽ ഉണർത്തി. പേര് ഞാൻ മറന്നിരുന്നു, രേഷ്മ എന്ന് പറഞ്ഞു. സുജിത്ത്. അയാൾ ചിരിച്ചു. ഓക്കെ സുജിത്ത്, നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിരിക്കാം. എന്തെങ്കിലും താല്പര്യമൊക്കെ തോന്നിയാൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ മതിയല്ലോ. ഇനിയിപ്പോൾ അങ്ങനെ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല എന്നാണെങ്കിൽ ഈ ഫ്രണ്ട്ഷിപ്പ് തന്നെ കണ്ടിന്യൂ ചെയ്യാം. എന്താ? അയാൾ ചിരിച്ചു. നല്ല തീരുമാനം. എങ്കിൽ അടുത്ത ദിവസം കാണാട്ടോ, എന്റെ ബ്രേക്ക് ടൈം കഴിഞ്ഞു, ഞാൻ പോവാ. അതും പറഞ്ഞ് സുജിത്ത് ഒരു ബൈ പറഞ്ഞ് അവിടെ നിന്ന് പോയി. രേഷ്മ കുറച്ചു നേരം ഒരു സ്വപ്ന ലോകത്തായിരുന്നു. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ലവ് ലെറ്റർ ഒക്കെ കിട്ടാറുണ്ടായിരുന്നു സാധാരണയായി. പക്ഷേ തിരിച്ചറിവുണ്ടാവുന്ന പ്രായത്തിന് ശേഷം ഒരു പ്രപ്പോസൽ വരുന്നത് ആദ്യമായിട്ടാ. അവൾ നാണം കൊണ്ട് ചിരിച്ചു. അമ്മയോട് പറയാനായി അവൾക്ക് കൊതിയായി. വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ഓരോ പണിയിൽ മുഴുകിയിരിക്കുകയാണ് അമ്മ. മുറ്റത്തെ ആ ചെടിച്ചട്ടിയുടെ ഇടയിലാണ് ആള്. വെള്ളമൊഴിക്കുന്നതും ചെടിച്ചട്ടിയിലെ പുല്ലൊക്കെ പറിച്ചു കളയുന്നതുമൊക്കെ ഇപ്പോൾ അമ്മയ്ക്ക് നല്ല ഹോബിയാണ്. ഓടിച്ചെന്ന്
അവൾ അമ്മയുടെ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് സംഭവിച്ച കഥയൊക്കെ കേട്ടപ്പോൾ ശാരി ചിരിച്ചു. ആഹാ, കൊള്ളാമല്ലോ. ഏതായാലും മോള് സംസാരിക്ക്. രണ്ടുപേർക്കും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. ആ ചെറുപ്പക്കാരന്റെ അപ്രോച്ച് ഏതായാലും നന്നായിട്ടുണ്ട്, അമ്മ പറഞ്ഞു. പിന്നീട് അതിനെപ്പറ്റി സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ എന്തോ രേഷ്മയുടെ മനസ്സിൽ അവന്റെ മുഖം ഇങ്ങനെ ചിത്രം വരച്ചതുപോലെ കിടന്നിരുന്നു. അടുത്ത ദിവസം ഇതുപോലെ ടീ ബ്രേക്കിന് വളരെ പ്രതീക്ഷയോടെയാണ് അവൾ കഫേയിലേക്ക് ചെന്നത്. അതാ സുജിത്ത് അവിടെ ഉണ്ടായിരുന്നു. രേഷ്മയെ കണ്ടപ്പോൾ ഹായ് എന്ന് പറഞ്ഞ് ആളടുത്തേക്ക് വന്നു. കഴിഞ്ഞ ദിവസം ഫ്രണ്ട്സ് കൂടെ ഉണ്ടായിരുന്നില്ലല്ലേ? ഇന്നെല്ലാരും ഉണ്ടല്ലോ. അതെ, അവരൊക്കെ നാട്ടിൽ പോയിരിക്കുകയായിരുന്നു, ഇപ്പോൾ തിരിച്ചു വന്നു. അങ്ങനെ രണ്ടുപേരും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. വീണ്ടും അടുത്ത ദിവസം അതേസമയം അവർ കണ്ടു. പതിയെ പതിയെ രേഷ്മ നേരത്തെ വന്നാൽ സുജിത്തിന് വേണ്ടി കാത്തിരിക്കാനും, ഇനി സുജിത്താണെങ്കിലോ രേഷ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനും തുടങ്ങി. പോകെ പോകെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളും ഫോൺ നമ്പർ എക്സ്ചേഞ്ച് ചെയ്തു. പതിയെ പതിയെ ഫോൺ നമ്പർ എക്സ്ചേഞ്ച് ചെയ്തത് ഫോൺ വിളി തുടങ്ങി. ഫോൺ വിളി ഒരു പരിധിക്കപ്പുറം നീട്ടിക്കൊണ്ടുപോവാൻ രണ്ടാളും ശ്രമിച്ചിട്ടില്ല കേട്ടോ. കാരണം വേറെ ഒന്നും ഇപ്പോൾ രണ്ടാളുടെയും മനസ്സിൽ ഇന്റൻഷൻ ഒന്നുമില്ല. ഒരു ദിവസം രേഷ്മയുടെ 21ാം പിറന്നാളായിരുന്നു. സുജിത്ത് അന്ന് വീട്ടിൽ വന്നാണ് അവൾക്ക് സർപ്രൈസ് കൊടുത്തത്. അച്ഛനും അമ്മയ്ക്കും അവനെ നല്ല ഇഷ്ടമായി. സുജിത്തിനോട് ഒരുപാട് സ്നേഹത്തോടെ സംസാരിച്ചു ആണ് അന്ന് ആ വീട്ടുകാർ പിരിഞ്ഞത്. അമ്മ ചിരിച്ചു രേഷ്മയുടെ അടുത്ത്. എടി, നിന്റെ ചെക്കൻ ആൾ ഇത്ര ചുള്ളനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതിപ്പോ നിന്റെ അച്ഛനെ പോലെ തന്നെ ഉണ്ടല്ലോ. അത് കേട്ടപ്പോൾ അച്ഛനും ഒന്ന് ചിരിച്ചു. അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു മുതൽക്കൂട്ട് കൂടി ആവും ഈ സുന്ദര കുട്ടപ്പൻ. ആ നിമിഷം അമ്മയും മോളും ഞെട്ടി. ഇതുവരെ അതിനെപ്പറ്റി രണ്ടാളും ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. അച്ഛൻ തുടങ്ങി വെച്ച ആ സ്പാർക്ക് രേഷ്മയുടെ മനസ്സിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കാൻ തുടങ്ങി. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഒറ്റയ്ക്കുള്ള ആ സന്തോഷകരമായ നിമിഷങ്ങളിൽ ഫോണും വെച്ചോണ്ട് അവൾ ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ സുജിത്തിന്റെ മുഖം മനസ്സിൽ വരാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് അച്ഛന്റെ അമ്മയുടെയും ഒപ്പമുള്ള ആ സ്വകാര്യ നിമിഷങ്ങൾ ആസ്വദിക്കുമ്പോഴും അവൾക്ക് മനസ്സ് മുഴുവൻ സുജിത്തായിരുന്നു. പിന്നീട് അങ്ങോട്ട് തന്റെ മനസ്സിൽ സുജിത്തിനെ ഓർക്കുമ്പോൾ തന്നെ വികാരങ്ങൾ തളരിടുന്നത് രേഷ്മയ്ക്ക് മനസ്സിലായി. അമ്മയോട് അവൾ അത് പറഞ്ഞിട്ടില്ലെങ്കിലും അവളുടെ സംസാരത്തിൽ നിന്നും ആറ്റിറ്റ്യൂഡിൽ നിന്നുമൊക്കെ ശാരി അതൊക്കെ കണ്ടുപിടിച്ചെടുത്തു. എപ്പോഴാ മോളെ അവൻ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുക? നീ ഒന്ന് കരുതിയിരുന്നോ എന്ന് അമ്മ പറഞ്ഞ് അവളെ ഒന്ന് ഇളക്കുക കൂടെ ചെയ്തു. ഏതാണ്ട് അവളുടെ ആ മനസ്സിലെ കാര്യങ്ങൾ കറക്റ്റായിരുന്നു. 2-3 ദിവസം കൂടെ കഴിഞ്ഞപ്പോഴേക്കും രാത്രിയുള്ള മെസ്സേജിൽ സുജിത്ത് മറ്റു പല കാര്യങ്ങളും അവളോട് അന്വേഷിച്ചു തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ സൈസിനെ പറ്റിയും മറ്റു കാര്യങ്ങളുമൊക്കെ. മറ്റൊരു സ്റ്റൈൽ ചാറ്റിങ്ങിലേക്കാണ് പോകുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. രേഷ്മയും മനസ്സിലടക്കി വെച്ചിരുന്ന ആ വികാരങ്ങളൊക്കെ അല്പസ്വല്പമായി സുജിത്തിന്റെ അടുത്ത് എക്സ്പ്രസ് ചെയ്ത് തുടങ്ങിയിരുന്നു. ആ നിമിഷം അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലപാഠങ്ങളൊക്കെ അവർ പറഞ്ഞിരുന്നുള്ളെങ്കിലും പിറ്റേ ദിവസം നേരിട്ട് കാണുമ്പോഴുള്ള നാണം രണ്ടാൾക്ക് സഹിക്കാൻ പറ്റാത്തതായിരുന്നു. സുജിത്തിനും ഉണ്ടായിരുന്നു വല്ലാത്ത ചമ്മൽ. അന്ന് നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു പബ്ബുണ്ട്, അവിടെ പോയാലോ? കപ്പിൾ എൻട്രി ഫ്രീ ആണെന്ന് അവൻ പറഞ്ഞു. രേഷ്മ അമ്മയോട് പെർമിഷൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അമ്മയോടും അച്ഛനോടും എല്ലാം തുറന്നു പറയുന്ന രേഷ്മയുടെ സ്വഭാവവും സുജിത്തിന് വളരെ ഇഷ്ടമായിരുന്നു. എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോഴേക്കും അമ്മ സൂക്ഷിച്ചു പോയിട്ട് വാ എന്ന് പറഞ്ഞ് അവളെ വിട്ടു. ഒരുപാട് ലേറ്റ് ആവാതെ വൈകിട്ട് 7 മണിക്കുള്ളിൽ തിരിച്ചെത്തണമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ അടിച്ചാണ് അവൾ പോയത്. അന്ന് സുജിത്തിനെ ഞെട്ടിക്കാൻ അവൻ ഗിഫ്റ്റായി കൊടുത്ത ഒരു ഡ്രസ്സ് തന്നെയായിരുന്നു അവൾ ധരിച്ചിരുന്നത്. ഒരു നല്ല 1-ാം മോഡേൺ ഡ്രസ്സ്, ബോഡിക്കോൺ പോലെ ദേഹത്തിങ്ങനെ പറ്റിക്കിടക്കും, മുട്ടിന് മുകൾ വരെ ഇറക്കമുള്ളൂ. അത് സ്ലീവ്ലെസ്സുമാണ്. നല്ല 1-ാം ഷേപ്പുള്ള നമ്മുടെ രേഷ്മയ്ക്ക് ആ ഡ്രസ്സ് ഇട്ടിട്ട് എന്ത് ഭംഗിയായിരുന്നറിയാമോ? അച്ഛനും അമ്മയും തന്നെ അന്തിച്ചു പോയി. എന്റെ ദൈവമേ, ഈ പെണ്ണിനെ ആരെങ്കിലും ഈ കൊല്ലത്തിൽ പിടിച്ചോണ്ട് പോവോ? അമ്മ ചിരി അടക്കി പിടിച്ച് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു അവളോട് വേഗം വൈക്കോളം പറ, കുറച്ചധികം സമയം കൂടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്നത്തെ ഈ പോക്കിനെ ഞാൻ സമ്മതിക്കില്ല കേട്ടോ. അച്ഛൻ തമാശ എന്നോണം അവളെ ചുഴുന്നു നോക്കിക്കൊണ്ട് അല്പം സീരിയസ് ആയി തന്നെ പറഞ്ഞു. അച്ഛന്റെ നോട്ടം എങ്ങോട്ടേക്കാ പോകുന്നെന്ന് മനസ്സിലായിട്ടാവും. ഞാൻ ഇറങ്ങുക എന്ന് പറഞ്ഞവൾ ചാടി പുറത്തേക്ക് ഇറങ്ങി. അവളെ കൊണ്ടുപോകാൻ ബൈക്കുമായി സുജിത്തും വന്നിരുന്നു. പബ്ബിലൊക്കെ പോയി അടിച്ചു പൊളിച്ചാണ് രണ്ടുപേരും അന്ന് 7 മണിയാകുമ്പോഴേക്കും വന്നത്.
അന്ന് സീരിയസ് ആയി തന്നെ അവളോട് ഒരുപാട് ഇഷ്ടമുണ്ടെന്നും കുറച്ച് പ്രൈവറ്റ് മൊമെന്റ്സിനായി താല്പര്യമുണ്ടെന്നും അവൻ തുറന്നു പറഞ്ഞു. രേഷ്മ മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്നത് കാര്യമെടുക്കൊണ്ട് അവൾക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നിയില്ല. അന്ന് അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അമ്മ ചിരിച്ചു. മോൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നല്ല സേഫ് ആയിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ. പക്ഷേ ശ്രദ്ധിക്കണം കേട്ടോ, മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും നിൽക്കരുത്. പിന്നെ വിശ്വാസമുള്ള സ്ഥലത്ത് വേണം. ഇനി മോൾക്ക് വേറെ സ്ഥലത്ത് അവന്റെ ഒപ്പം പോവാൻ പേടിയാണെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഇല്ലാത്തൊരു ദിവസം ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നോളൂ. അമ്മയുടെ ആ തുറന്ന മനസ്സോടെയുള്ള പറച്ചില് അവൾക്ക് ഒരുപാട് സന്തോഷമായി. അല്ലെങ്കിൽ തന്നെ വീട്ടിലെ അച്ഛനും അമ്മയും ഒക്കെ ഇതുപോലെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ മക്കളുടെ അടുത്ത് സ്വാതന്ത്ര്യം കാണിച്ചാൽ ഒരുപാട് പല കുരുക്കുകളിൽ പെൺകുട്ടികൾ ചെന്ന് വീഴുന്നത് ഒഴിവാക്കാമല്ലേ. അവൾക്കും അമ്മയുടെ ആ ഉപദേശം ഇഷ്ടപ്പെട്ടു. സുജിത്തിനോട് അവൾ കാര്യങ്ങൾ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഒരു ചുംബനം മാത്രമാണ് സുജിത്ത് പ്രതീക്ഷിച്ചതെങ്കിലും അവൾ ബാക്കിയുള്ള കാര്യത്തിനും വില്ലിങ്ങാണെന്നുള്ള രീതിയിലായിരുന്നു സംസാരം. പിന്നീട് പറയാനുണ്ടോ, അങ്ങോട്ട് കൊതി പിടിച്ച നിമിഷങ്ങളായിരുന്നു സുജിത്തിന്. ആ സുന്ദരിയെ സ്വന്തമാക്കാൻ അവൻ കുറച്ചധികം മാസങ്ങളായി ഇപ്പോൾ കാത്തിരിക്കുന്നു. ഇപ്പോഴാണ് അവളുടെ ഭാഗത്തു നിന്നൊരു യെസ് കിട്ടിയത്. സുജിത്തിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു സമയം തന്നെ രേഷ്മ തിരഞ്ഞെടുത്തു. അന്ന് ആ വീട്ടിലേക്ക് വന്ന് അവൻ കൊതിയോടെ അവളിലേക്ക് പടർന്നു കയറി. ചുംബനത്തിൽ തുടങ്ങിയാൽ അല്ലെങ്കിലും ഏത് കമിതാക്കളാണ് ആ ഒരു ചുംബനത്തിൽ തന്നെ അവസാനിപ്പിച്ചിട്ടുള്ളതല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൈകൾ ആ കുസൃതി കാണിക്കും. ആ കുസൃതി അവസാനം ഇവരിൽ ചെന്ന് നിന്നത് ഏറ്റവും അവസാനത്തെ കലാപരിപാടികളിലാണ്. രേഷ്മയ്ക്ക് ആദ്യം അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു മടിയുണ്ടായിരുന്നെങ്കിലും സുജിത്ത് നല്ല രീതിയിൽ തന്നെ അവളെ കൺവിൻസ് ചെയ്തു. അവന്റെ സ്നേഹപൂർണമായിട്ടുള്ള ആ തലോടലിൽ അവളുടെ മനസ്സ് അലിഞ്ഞുപോയി എന്ന് വേണം പറയാൻ. പിന്നീട് ഉറങ്ങിക്കിടക്കുന്ന അവളിലെ ആ കുതിരയും പുറത്തേക്ക് കുതിച്ചു ചാടി. രണ്ടുപേരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സുഖിപ്പിച്ചും സ്വർഗം തന്നെ തീർത്തു. അവളുടെ ആ പെരുമാറ്റത്തിൽ അവനും വല്ലാത്ത സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. പിന്നെ പറയാനുണ്ടോ, കൊതി തീർത്ത് രണ്ടാളും തളർന്നു കിടന്നപ്പോൾ ഒരുപാട് നന്ദി പറഞ്ഞു സുജിത്ത് അവൾക്ക് ഇത്രയും സുഖകരമായ നിമിഷങ്ങൾ സമ്മാനിച്ചതിന്. പിന്നീട് അങ്ങോട്ടേക്ക് അതൊരു തുടക്കമായിരുന്നു. ഇടയ്ക്കിടയ്ക്കുള്ള രണ്ടുപേരുടെയും ഫോൺ വിളികളും വീഡിയോ കോളും ഒക്കെ നിറഞ്ഞതായിരുന്നു ഓരോ നിമിഷങ്ങളും. ഒരു പ്രാവശ്യം അമ്മ അനുവാദം കൊടുത്തെങ്കിൽ പിന്നീട് അങ്ങോട്ടേക്ക് ഇവളിടയ്ക്ക് കള്ളത്തരം കാണിച്ചും സുജിത്തിനെ വീട്ടിലേക്ക് കൊണ്ടുവരാറുണ്ട്. അച്ഛന്റെ അമ്മയുടെയും ഇടയിലേക്ക് ഇപ്പോൾ രേഷ്മ അങ്ങനെ ഇങ്ങനെ അധികം പോവാറില്ല. എന്താണെന്നല്ലേ, രാത്രി എത്ര സമയവും വീഡിയോ കോൾ തന്നെ ആയിരിക്കും. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് മൂട് കയറുമ്പോൾ ഇവൾ അച്ഛന്റെ അമ്മയുടെ ഇടയിൽ പോയിട്ട് അവിടെയും പരിപാടികൾ നടത്താറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ രേഷ്മയ്ക്ക് ഇപ്പോൾ സ്വർഗീയ സുഖത്തിന്റെ നിമിഷങ്ങളാണ്. ദിവസവും ഓരോ കാര്യങ്ങളുണ്ടാവും സുഖം കിട്ടാൻ വേണ്ടിയിട്ടായി. എന്നാലേ രേഷ്മയുടെയൊക്കെ ഒരു യോഗം. ഏത് പെണ്ണും കൊതിച്ചു പോകുന്ന ഒരു അസൂയ നിറഞ്ഞൊരു ലൈഫ് തന്നെയായിരുന്നു രേഷ്മയുടേത്. അവളങ്ങനെ അടിച്ചു പൊളിച്ചിരിക്കുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പങ്കുവെച്ച് കാര്യങ്ങളൊക്കെ ബാലപാഠങ്ങളൊക്കെ പഠിച്ച് ഇപ്പോൾ സുജിത്തും അവളുടെ ഒപ്പം കൂടി എല്ലാത്തിനും നല്ല എക്സ്പേർട്ട് ആയിട്ടുണ്ട്. അമ്മയുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് രേഷ്മ ഈ കാര്യങ്ങളൊക്കെ പറയും. അവൻ സൂപ്പറാണെന്നും അവന്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ലെന്നും ഒക്കെ പറയുമ്പോൾ അച്ഛന് കുശുമ്പ് കയറും. ആഹാ, അത് ശരി, അവൻ എനിക്ക് ഒരു വെല്ലുവിളി ഉയർത്താനും മാത്രമായോ? അച്ഛൻ ചോദിക്കുമ്പോഴേക്കും അവൾ ചിരിക്കും. വെല്ലുവിളി ഉയർത്താനൊന്നും ആയിട്ടില്ല അച്ഛാ. സുജിത്തിനാകെ 24 വയസ്സേ ഉള്ളൂ. അച്ഛന് 45 വയസ്സില്ലേ. അച്ഛന്റെ അത്ര എക്സ്പീരിയൻസ് അവനായിട്ടില്ല. അതിൻ്റെതായിട്ടുള്ള കുഞ്ഞു പോരായ്മയൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ആ പ്രായത്തിന്റെ ഒരു ചോരത്തിളപ്പുണ്ടല്ലോ, അതല്പം കൂടുതലാ. അത് പ്രത്യേക രസല്ലേ. അച്ഛനും അത് വേഗം മനസ്സിലാവും. ഈ പ്രായമല്ലേ ഞാനും കഴിഞ്ഞിട്ട് വന്നത്. അപ്പോഴേക്കും ഷാരി നാണത്തോടെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അല്ല, ഞാനും അച്ഛനും ഇത് പറയുമ്പോൾ അമ്മ എന്താ ഒരു പ്രത്യേക ചിരി? അത് ഞാൻ എന്റെ സുജിത്ത് മോനെ പറ്റി ആലോചിക്കായിരുന്നു. ഒരു ദിവസം നിങ്ങൾ രണ്ടുപേരും ഇല്ലാത്തപ്പോൾ അവനെ ഇങ്ങോട്ടേക്ക് വിളിച്ചാലോ എന്ന്. എടി കള്ളി, അതും പറഞ്ഞ് മനോജ് വാവിട്ട് ചിരിച്ചു. രേഷ്മയും വല്ലാതെ ചിരിച്ചു. അത് ശരി, അപ്പൊ അമ്മയ്ക്ക് ഇപ്പോഴേ മരുമോന്റെ കൂടെ സമയം ചിലവഴിക്കാൻ തിടുക്കമായല്ലേ? അത് പിന്നെ ഞാനൊരു മനുഷ്യത്തിയല്ലേ. എന്റെ കെട്ടിയോനെ നിനക്കെടുക്കാമെങ്കിൽ നിന്റെ ചെറുക്കനെ എനിക്കും എടുക്കാം. എന്താ? ഷാരിയ പറഞ്ഞത് കേട്ട് അവിടെ ഒരു കൂട്ടച്ചിരി ഉയർന്നു.
അമ്മ ഒന്ന് ക്ഷമിക്കുക. അവൻ ഏതായാലും നമ്മുടെ ട്രാക്കിലേക്ക് കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റു. അമ്മയുടെ മോൾ രേഷ്മയല്ലേ പറയുന്നേ. ശാരി ചിരിച്ചു. നിന്റെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട് മോളെ. എങ്കിലും അവൻ മറ്റൊരു രീതിയിലും എടുക്കാതെ നമ്മളുടെ കൂടെ കൂടുന്ന ടൈപ്പായാൽ മതിയായിരുന്നു. അപ്പോഴേക്കും അതിനമ്മയെ സപ്പോർട്ട് ചെയ്ത് അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു. അത് പിന്നെ ഭാര്യയുടെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ അമ്മായി അമ്മയുടെ സൗന്ദര്യം കണ്ടാൽ അതിപ്പോ നമ്മൾ അങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്തില്ലെങ്കിലും അവൻ വീഴും. അതുപോലെയല്ലേ എന്റെ ഭാര്യ. ആ സുഖിപ്പിക്കൽ നന്നായിട്ട് തന്നെ ശാരിക്ക് ഏറ്റിരുന്നു കേട്ടോ. പിന്നീട് മൂന്നാളും സുജിത്തിനെ പറ്റി തന്നെയായിരുന്നു ചർച്ച. അന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവർ പരിപാടികൾ തുടങ്ങുമ്പോഴേക്കും സുജിത്തും ആ ഇടയിലേക്ക് ഒരു ക്യാരക്ടറായി വന്നിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സുജിത്തിന്റെ പേര് പറഞ്ഞ് അച്ഛൻ 2 സ്ത്രീകളെയും വല്ലാതെ ഉഷാറാക്കിയിരുന്നു. അങ്ങ് പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി. കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ എങ്ങനെയാണ് തന്റെ വീട്ടിലെ ഈ കാര്യങ്ങളൊക്കെ അവനോട് അവതരിപ്പിക്കുക എന്നുള്ള കൺഫ്യൂഷനിലാണ് രേഷ്മ. എങ്ങനെയായിരിക്കും രേഷ്മ തന്റെ വീട്ടിലെ കഥകളൊക്കെ സുജിത്തിനോട് പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ? അത് കേൾക്കാൻ ഒരു പാർട്ടും കൂടെ നിങ്ങൾ കാത്തിരിക്കണം കേട്ടോ. രേഷ്മയുടെ സുജിത്തിന്റെയും ഈ കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ബാക്കി പാർട്ടുകളൊക്കെ വായിച്ച് ഇതും കൂടെ കേട്ട് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും കമന്റ് ചെയ്യണം. അടുത്ത പാർട്ട് എങ്ങനെ വേണമെന്ന് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കമന്റ് ഇടണം കേട്ടോ. അതൊക്കെ നമ്മുടെ സ്റ്റോറിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ അടുത്ത ദിവസം ഇവരുടെ കഥയുടെ കണ്ടിന്യൂഷനുമായി തീർച്ചയായും ഞാൻ വരും കേട്ടോ. എല്ലാവരും കാത്തിരിക്കണേ. ബൈ ബൈ ഡിയേഴ്സ്.